ദൈവം അടുത്ത തുണ. 46-ാം സങ്കീർത്തനം 1 മുതൽ 11 വരെ. ധ്യാനത്തിനായിട്ട് 1 മുതൽ 3 വരെയുള്ള വേദഭാഗം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരിക്കൽ പ്രതിഭാസമ്പന്നനും ആരോഗ്യദൃഢഗാത്രനുമായ ഒരു യുവാവ് ട്രെയിൻ അപകടത്തിൽ മരിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ പിതാവിനെ അത് മർമ്മഭേദകമായ വേദന ഉളവാക്കി. ഇതെങ്ങനെ സഹിക്കും? കയ്യോ കാലോ വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയതാണ് അവനെ. ആ പിതാവിനെ ആശ്വസിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇടവക പട്ടക്കാരനൊന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ നോക്കി. എൻ്റെ മകന് അത്യാഹിതമുണ്ടായപ്പോൾ ദൈവം എവിടെയായിരുന്നു? ആ പിതാവ് വൈദികനോട് ചോദിച്ചു. പുത്രവിയോഗം മൂലം അടക്കുവാനാകാത്ത ഹൃദയത്തിലെ വേദനയോടുകൂടി വിങ്ങിപ്പൊട്ടിയ ആ പിതാവിൻ്റെ ചോദ്യത്തിന് പട്ടക്കാരൻ നൽകിയ മറുപടി ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. സ്നേഹിത, ദൈവത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടപ്പോൾ അവിടുന്ന് എവിടെയായിരുന്നുവോ അവിടെ തന്നെയായിരുന്നു താങ്കളുടെ മകൻ കൊല്ലപ്പെട്ടപ്പോൾ. ഈ മറുപടിക്ക് ശേഷം ആ പിതാവിന് എന്തെങ്കിലും തുടർന്ന് ചോദിക്കുവാൻ കഴിഞ്ഞില്ല. സ്വപുത്രനെ കുരിശിൽ ഏൽപ്പിച്ചു കൊടുത്ത പിതാവായ ദൈവത്തോട് എന്നെ കൈവിട്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടും അവിടുന്ന് ഒരു മറുപടിയും പറഞ്ഞതായി കാണുന്നില്ല. മനുഷ്യൻ്റെ ചില ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി നൽകിയില്ലെന്ന് വരാം. പക്ഷേ ദൈവഹിതത്തിന് തങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാൽ അമർത്യ ശരീരം ധരിക്കുവാൻ ദൈവം ഇടയാക്കും. ഇതൊരു നിത്യ യാഥാർത്ഥ്യമാണെന്ന് അറിയാവുന്നവർ പോലും രോഗങ്ങളും ദുഃഖങ്ങളും അത്യാഹിതങ്ങളും ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇവയൊന്നും അകറ്റി നിർത്തുന്നില്ല എന്ന് ദൈവത്തോട് ചോദിക്കുക പതിവാണ്. ഉത്തരം കിട്ടാത്തപ്പോൾ ദൈവം മരിച്ചുപോയി എന്ന് ചിലർ പറയും. എന്നാൽ എല്ലാ സംഭവങ്ങളെയും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി കൂട്ടിയിണക്കുന്ന ദൈവത്തിൻ്റെ കരുതലിലും സ്നേഹത്തിലും വിശ്വസിക്കുന്ന ഭക്തജനങ്ങൾ അവലംബിക്കേണ്ട മനോഭാവം എന്താണെന്ന് സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നു. ഇന്നത്തെ വേദവായന ഭാഗത്ത് എന്താണ് പറയുന്നത് എന്ന് നോക്കുക. മനുഷ്യ ജീവിതത്തിൽ കഷ്ടതകളും പുറക്കാമായ വ്യാധികളും ഉണ്ടായേക്കാം. ഭൂമി കുലുങ്ങിപ്പോവുകയോ പർവ്വതങ്ങൾ ഇളകി സമുദ്രത്തിൽ പതിക്കുകയോ ചെയ്യാം. ഇതുപോലെയുള്ള ഏതെങ്കിലും സംഭ്രമജനകമായ സംഭവങ്ങളുണ്ടായാലും ദൈവം നമുക്ക് രക്ഷാസങ്കേതവും അടുത്ത തുണയുമായിരിക്കുമെന്ന് കവി വിശ്വസിക്കുന്നു. അത്യാഹിതങ്ങളാകുന്ന കൊടുങ്കാറ്റുകളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സങ്കേതമായിട്ടല്ല ഈ ഭക്തകവി ദൈവത്തെ കാണുന്നത്. പ്രത്യുത ജീവിതത്തിൽ എന്തെല്ലാം പ്രക്ഷോഭങ്ങളും കൊടുങ്കാറ്റുകളും ഉണ്ടായാലും ദൈവം അടുത്ത തുണയായിരിക്കുന്നു എന്നാണ് ആ ഭക്തൻ വിശ്വസിക്കുന്നത്. ജീവിതത്തിൽ എത്ര തന്നെ കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാലും ഇളകാതെയും കുലുങ്ങാതെയും നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തി പകർന്നു തരുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമോ? ഓർക്കണമേ, പ്രത്യാശ ജീവിതത്തിൻ്റെ പങ്കായമാണ്. മത്തായി എഴുതിയ സുവിശേഷം 17:21. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.